തിരുവനന്തപുരം നഗരസഭയുടെ പണം നേരെ മാമൻ മാപ്പിളയുടെ കുടുംബത്തിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഒന്നും നടത്തിയില്ലെങ്കിലും മാമൻ മാപ്പിളയുടെ പത്രം കൊണ്ട് 10 നുണ അങ്ങ് എഴുതി പിടിപ്പിച്ചാൽ മണ്ടന്മാരായിട്ടുള്ള സംഘി അണികൾ അത് കണ്ട് കോൾമയർ കൊള്ളുമല്ലോ. ആ നിലയ്ക്കാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു പരസ്യം കണ്ടത്. കേരള ഡെവലപ്മെന്റ് സബ്മിറ്റ് ബ്ലൂ പ്രിന്റ് നാടകത്തിന് ശേഷം പുതുതായി മനോരമയ്ക്ക് പണം കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പരസ്യം നോക്കണേ. മനോരമയുടെ പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന തുകയെക്കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ലക്ഷങ്ങളും കോടികളുമാണ് പത്രത്തിലെ പരസ്യങ്ങൾക്ക് അവർ ഈടാക്കുന്നത്. ആ നിലയ്ക്ക് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും മനോരമയെ കൊണ്ട് വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ പരസ്യങ്ങൾ കൊടുത്ത് സംഘികളെ ഒന്ന് കുളിരണിയിച്ചാൽ മാത്രം മതി. നാട്ടുകാർക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ എന്ത്, നാട്ടുകാരുടെ ഗുണം ഇവിടെ ആർക്ക് വേണം? അതുകൊണ്ടാണ് മനോരമയുടെ കേരള ഡെവലപ്മെന്റ് സബ്മിറ്റ് 2026 തലസ്ഥാനത്തിന്റെ വികസന രാജവീഥികൾ. അതിൽ വി രാജേഷിന്റെ അഭിപ്രായമാണ്. ശ്രദ്ധിക്കുക, തലസ്ഥാനം വികസനത്തിന്റെ രാജവീഥികൾ. അപ്പോ തലസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത്? പഴയ രാജ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് രാജവീഥികൾ എന്നുള്ളതിലേക്ക് മനോരമയിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാസം 24-ാം തീയതി ലക്ഷങ്ങൾ പൊടിച്ച് ആഡംബര ഹോട്ടലായിട്ടുള്ള ഡിമോറയിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, BJP തന്നെ കോടികൾ പിരിച്ചെടുത്ത് ഇതേ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ മുക്കിക്കൊണ്ടുപോയ ഒരു വലിയ ഓഫീസ് കെട്ടിയിട്ടിട്ടുണ്ട്. ആ ഓഫീസിനകത്താണെങ്കിൽ നമുക്ക് പണം അടിയിൽ കൂടെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അടിയിൽ കൂടെ അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുടനടി ധൂർത്തടിക്കാരല്ല എന്ന് സ്വയം ചമഞ്ഞു വന്നവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ലക്ഷങ്ങൾ മനോരമയ്ക്ക്, അതേപോലെ നഗരസഭയുടെ ഖജനാവിലെ മറ്റ് ലക്ഷങ്ങൾ അത് ഡിമോറ ഹോട്ടലിന്. ഒപ്പം തന്നെ ഇതിലൊന്നും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാട്ടുകാർക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. കാര്യം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി വന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി എന്തെങ്കിലും ചുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഒന്നും ചെയ്തിട്ടില്ല. ഈ തള്ളലും പണം പൊടിക്കലും ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലെ ടൂർ പരിപാടികളല്ലാതെ വരും വർഷത്തിൽ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അധികാരമേറ്റുടനെ വന്ന വേനൽ മഴ തെളിയിക്കുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരും കൂടി വെള്ളം പൊങ്ങിയപ്പോൾ ഇന്നലകളിൽ സമരത്തിനിറങ്ങിയവർ ഇന്നിപ്പോ ചെയ്ത ആ വികസന മാതൃക കണ്ടില്ലേ? വളഞ്ഞു നിന്ന് തലസ്ഥാനത്ത് പൊങ്ങിയ വെള്ളം കുടിച്ചു വറ്റിച്ചുകൊണ്ട് അവർ മാതൃക കാട്ടിയിരിക്കുകയാണ്. ഇതാണ് ഈ വികസന സബ്മിറ്റിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. കുറച്ച് സംഖ്യകൾക്ക് ക്യാമറകൾക്ക് മുന്നിലിരുന്ന് ഡയലോഗ് അടിക്കാനും ഒപ്പം തന്നെ ഒരു ആഡംബര ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാനുമുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ അല്ലാതെ ക്രിയാത്മകമായിട്ട് ഒരു കാര്യവും ചെയ്യാനില്ല. ബ്ലൂ പ്രിന്റും അല്ലെങ്കിൽ പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയത് വെറും ഷോ ഓഫ് ആണ്. അതൊന്നും നടപ്പാക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഇതാ നടപ്പാക്കുന്നു എന്ന് പറയാനുമല്ല. പുതിയ ഇനി വികസന സബ്മിറ്റുകൾ രാജവീഥികൾക്ക് വേണ്ടി പലരെയും വിളിച്ചുകൂട്ടി നമ്മൾ ഈ ആഡംബരപൂർവ്വം നടത്തുക. അത് മനോരമ ഉൾപ്പെടെയുള്ളവർക്ക് കുറച്ച് ലക്ഷങ്ങൾ അതിൽ നിന്ന് കൊടുത്തതിന് ശേഷം വാർത്തയാക്കിയിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. യാഥാർത്ഥ്യങ്ങൾ പരസ്യങ്ങൾ കൊടുക്കാറില്ലായിരുന്നു. മനോരമയ്ക്ക് നേരത്തെ ഇതുപോലുള്ള സബ്മിറ്റുകളെ കുറിച്ചുള്ള കള്ളർ പടങ്ങൾ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും കള്ളർ പടങ്ങൾ വരുമ്പോൾ അവർക്ക് ഇന്നലകളിൽ സഹായിച്ചതിന് തിരിച്ച് പ്രത്യുപകാരം ചെയ്തു കൊടുക്കണം. ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരാൻ മനോരമ പണിയെടുത്തു. സ്വാഭാവികമായിട്ടും നഗരസഭയുടെ ഖജനാവിൽ വരുന്ന ഫണ്ട് മനോരമയുടെ കുടുംബത്തിന് കൂടി അർഹതപ്പെട്ടത് എന്ന നിലയ്ക്കാണ് ഈ ലക്ഷങ്ങൾ പൊടിച്ചുള്ള ഈ പരസ്യം നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.